എടി, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ പ്രതീക്ഷിച്ചുള്ളൂ. പ്രതീക്ഷിക്കുന്നതിന് മുൻപേ എത്തിയാലല്ലേടി സർപ്രൈസ് ഉണ്ടാവൂ. വാ വാ. നീ ഒന്ന് ക്ഷീണിച്ചോ? വർക്ക്ഔട്ട് ഉണ്ട്. എന്തായാലും നീ നന്നായിട്ടുണ്ട്. അല്ലെങ്കിലും പ്രഗ്നൻസി ടൈമില് സ്ത്രീകളൊന്ന് നന്നാവും. പക്ഷെ ഓവറാകാതെ നോക്കണം കേട്ടോ, പിന്നെ പിടിച്ചാ കിട്ടില്ല. അരുൺ ഹോസ്പിറ്റലിലേക്ക് പോയി. ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജ് ഇപ്പൊ അരുണാ. ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജ് എന്ന് പറഞ്ഞാ ഡോക്ടർ മൈഥിലിക്ക് മുകളിലാണോ? അല്ലല്ല, മൈഥിലി മാം ഒരു യാത്ര പോയിരിക്ക. ഞാനും അതാ ചിന്തിച്ചേ. അവര് സ്ഥലത്തുണ്ടാവുമ്പോ അരുണിന് അങ്ങനെ ഒരു സാധ്യതയില്ലല്ലോ. അതൊന്നും നീ പറയണ്ട. ഹീസ് എൻ എഫിഷ്യന്റ് ഡോക്ടർ. ഹോസ്പിറ്റലൊക്കെ നല്ല പേരാടി. അല്ല, നീ എന്താ ചിരിക്കുന്നേ? ഹേയ്, നിന്റെ സംസാരത്തിന്റെ മാറ്റം ശ്രദ്ധിച്ചിട്ടാ. മുൻപൊക്കെ അരുണിനെ കുറിച്ച് പറയുമ്പോ നീ ഒരു പരാതി കൊടുക്കുകയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിയല്ലോ. നീ എല്ലാത്തിനും കാരണം. എന്റെ ഈ നല്ല ജീവിതത്തിന് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്ക. കോംപ്ലിമെന്റ് സ്വീകരിച്ചിരിക്കുന്നു. ആ അച്ഛാ, ഇതാണ് ആര്യ, എന്റെ പ്രിയപ്പെട്ടവളെന്ന് പറഞ്ഞാ പോരാ, ജീവന്റെ ജീവനായ ഒരുത്തി. അതൊക്കെ വെറുതെ തള്ളുന്നതാ അങ്കിളെ. ഈ ജീവന്റെ ജീവനെ എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കും പോലും ഇല്ല. മുഴുവൻ വിളിയും ഞാൻ ഇങ്ങോട്ടാ. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അത് നിനക്കറിയാലോ. എന്നാലും അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ആരുടെയെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് നിന്നെ കുറിച്ച് മാത്രമായിരിക്കും. വന്ന് കയറിയതിന് ഇത്രയൊക്കെ മര്യാദ വേണോ? നിനക്ക് സംശയമാണെങ്കിൽ ദേ അച്ഛനോട് ചോദിച്ചേ. ആണോ അങ്കിൾ? ആവർത്തിച്ച് കേൾക്കുന്ന പേര് ആര്യമോളുടേതാ. പ്രിയപ്പെട്ടവളാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാലോ. ഞാൻ വിശേഷം ചോദിക്കാറുണ്ട്. എടി, നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ ലൈറ്റായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തട്ടി. എനിക്ക് വിശപ്പ് താങ്ങാൻ പറ്റില്ലല്ലോ. അതെനിക്കറിയാം. ഒരു കാര്യം ചെയ്, നിന്റെ സാധനങ്ങളൊക്കെ മുറിക്കൊണ്ടേ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടി നേരെ അടുക്കളയിലേക്ക് കയറുന്നു. ഇപ്പൊ പാചകത്തിൽ എനിക്ക് നല്ല പേരാ കേട്ടോ. നീ അങ്ങനൊന്നും പറയണ്ട. നിന്റെ പരീക്ഷണത്തിന് നിനക്കൊരാളെ കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. അവിടെ നിനക്ക് തെറ്റി മോളെ. അച്ഛനും അരുണും ഒക്കെ ഇപ്പൊ എന്റെ ഫുഡിന്റെ ഫാൻസാ. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ സമയം എടുത്ത് ബുദ്ധിമുട്ടി പഠിക്കുന്നത് തന്നെയാ. അതിനിടയിൽ നമുക്ക് അരുണിനെ വിളിക്കാം. അരുണിന് ഡ്യൂട്ടി കഴിയാതെ വരാൻ പറ്റില്ലല്ലോ മോളെ. ഒന്ന് വന്നു പോകുന്നോണ്ട് ആ ഹോസ്പിറ്റൽ ഇല്ലാതാവാണെ ഇല്ലാതാവട്ടെ. ഡോക്ടർമാർക്ക് എന്താ വീട്ടുകാര്യം പാടില്ലേ? നീ വാടി, വാ. മായ ഒന്നില്ലേ? ക്യാബിനുണ്ട് സർ. ഇത് മായ കൊണ്ടൊന്ന് സൈൻ ചെയ്യിക്ക്. ക്യാബിനിൽ വെച്ചാൽ മതി. അവർ റെഫർ ചെയ്തിട്ട് സൈൻ ചെയ്തോളൂ. ഓക്കെ സർ. ആ, മായ ഒന്ന് ഇങ്ങോട്ട് വിളിക്കും. ശരി സർ. ഗുഡ് മോർണിംഗ് സാറങ്. മൈഥിലിയും മക്കളും പോയല്ലേ? യെസ്. ചില ആളുകളെ കുറിച്ച് ചില കോൺസെപ്റ്റുകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കും. അതിനനുസരിച്ച് ഉയരാൻ തോന്നിയില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത നിരാശയും തോന്നും. സാരംഗിന്റെ കാര്യത്തില് എനിക്ക് എക്സ്പെക്ടേഷൻ കുറച്ച് കൂടുതലാണ്. സോ മൈഥിലിയും മക്കളും പോകില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. സാരംഗിന് അവരെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒരിക്കൽ കൂടി മൈഥിലി നിങ്ങളുടെ തലയ്ക്ക് മീതെ കൂടി നടന്നു. മൈഥിലി അല്ല, എന്നോട് സംസാരിച്ചതും പോകുന്നു എന്ന തീരുമാനം ഉറപ്പിച്ചതും യാമിയ. അവളുടെ നോട്ടത്തെയും വാക്കുകളെയും നേരിടാൻ എനിക്ക് പറ്റിയില്ല. ബിക്കോസ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണിപ്പോ ഒരു കുറ്റസമ്മതം? മനസ്സൊന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ടോ? ഡോക്ടർ മൈഥിലിയുടെ പ്രഭാവലയത്തിലേക്ക് ചിന്തകൾ സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ടോ? മായ, തനിക്കെപ്പോഴും സംശയങ്ങളാ. എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചും ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും ഒക്കെ. തനിക്ക് തോന്നുന്നുണ്ടോ അത് നല്ലതാണെന്ന്? സാരംഗ്, ഞാനൊരു പുരുഷനെ ബഹുമാനിക്കുമ്പോ അയാളിൽ ചില ക്വാളിറ്റീസ് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കും. നടക്കുന്ന കുതിരകളെ എനിക്കിഷ്ടമല്ല, പായുന്ന കുതിരകളോടാണ് എനിക്ക് പ്രിയം. അപ്പൊ മായാമഹേശ്വരിയുടെ സങ്കല്പങ്ങളിൽ നിന്നും ഞാൻ പതുക്കെ പുറത്തായി തുടങ്ങിയിരിക്കുന്നു. ഹേയ്, നെവർ. മൈഥിലിയുടെ കാര്യത്തില് നിങ്ങളെ പൂർണ്ണമായും ജഡ്ജ് ചെയ്യാൻ എനിക്കാവുന്നില്ല.
പലപ്പോഴും അറിഞ്ഞ ചില വിട്ടുവീഴ്ചകൾ നിങ്ങൾ അവളുടെ മുമ്പിൽ നടത്തുന്നില്ലേ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. മൈഥിലിയോട് എനിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ സംശയിക്കണമെങ്കിൽ എന്നെ ജീവിതകാലം മുഴുവൻ സംശയിച്ചുകൊണ്ടിരിക്കും. സാരംഗ്, ഇനി മുന്നോട്ടുള്ള ജീവിതം നമ്മൾ ഒന്നിച്ചാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ സംശയങ്ങൾ മുഴുവൻ സാരംഗിന്റെ മുഖത്ത് നോക്കി തന്നെ ഞാൻ ചോദിക്കും. മൈഥിലിയെ നിങ്ങൾ പേടിക്കുന്നുണ്ടോ? ലുക്ക് മായ, സാരംഗ്, ഇന്നലെ എനിക്കൊരു മെയിൽ സെൻഡ് ചെയ്തിരുന്നല്ലോ, ബാംഗ്ലൂരുള്ള പാൻ ഇന്ത്യൻ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട്. ഇന്ന് അവരെ വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ സാരംഗ് അവരുടെ നമ്പർ മെയിലിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഇന്നലെ എത്ര മണിക്കായിരുന്നു മെയില്? 12 o'clock. ഇന്ന് ഈ സമയം വരെ എത്ര മണിക്കൂർ, എത്ര മിനിറ്റ്? ആ മെയിലിൽ ഒരു മിസ്സിംഗ് ഉണ്ടെങ്കിൽ എന്റെ മാനേജർ എന്നോട് പറയേണ്ട സമയം ഇതാണോ? ഇന്ന് അവരെ വിളിച്ച് സംസാരിക്കണമെന്ന് സാരംഗ് എന്നോട് പറഞ്ഞത്. സോ ഞാൻ ഇപ്പോഴാണ് അത് നോക്കിയത്. എക്സ്ക്യൂസ് പറയാം. ദിസ് ഇസ് നോട്ട് എ പ്ലേസ് ഫോർ ദാറ്റ്. എന്റെ സ്റ്റാഫുകളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്ന കൃത്യത ഇതല്ല. സാരംഗ്, ഇതിൽ എന്റെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക്? സാരംഗ് ആ നമ്പർ തരൂ, ഞാൻ ഇപ്പൊ തന്നെ അവരെ വിളിച്ച് സംസാരിക്കാം. നോ, ഇനി അതിന്റെ ആവശ്യമില്ല. രഞ്ജിത്ത്, ഇത്തരം കാര്യങ്ങൾ എനിക്ക് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. അല്പം പേഴ്സണൽ ഫ്രീഡം ഉണ്ടെന്ന് കരുതി അത് മിസ്യൂസ് ചെയ്യരുത്. ഞാൻ എന്ത് മിസ്യൂസ് ചെയ്തെന്ന്? സാരംഗ് ഏൽപ്പിക്കുന്ന ഒരു ഡ്യൂട്ടിയും ഞാൻ തെറ്റിക്കാറില്ല. പിന്നെ പേഴ്സണൽ കാര്യങ്ങളിലുള്ള നമ്മുടെ സംസാരം. സാരംഗ് എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമാ ഞാൻ അതിന് മറുപടി പറയാറ്, അല്ലാതെ ഞാനായിട്ടൊന്നും തുടങ്ങാറില്ല. ഏയ് മിസ്റ്റർ, അദ്ദേഹം സംസാരിക്കുമ്പോ അല്പം സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് കേട്ടു നിന്നാലെന്താ? എല്ലാ വാക്കുകൾക്കും മറുപടി പറയണമെന്ന് എന്താ ഇത്ര നിർബന്ധം? സോറി മാഡം, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ എൻ്റെ ശീലം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവും. രഞ്ജിത്ത് പോയിക്കോളൂ. അപ്പോൾ അവരെ വിളിക്കേണ്ടെന്നാണോ? വേണ്ട, ബിസിനസ് എന്റേതാണല്ലോ. നഷ്ടങ്ങൾ ഇല്ലാതാക്കേണ്ടത് എന്റെ ചുമതല മാത്രമാണല്ലോ. യു മേ ഗോ. പോവാൻ. എന്റെ ചോദ്യത്തിനുള്ള ദേഷ്യം അയാളോട് തീർത്തു അല്ലേ? എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായി. ഐ എം സോറി സാരംഗ്. ഞാൻ അല്പം ഷാർപ്പായി പോയെങ്കിൽ വിട്ടുകളഞ്ഞേക്കൂ. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. എന്റെ കുടുംബം എന്നെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല ഞാൻ അവരിൽ നിന്ന് അകന്നത്. മെച്ചപ്പെട്ടത് അന്വേഷിക്കുകയാണല്ലോ ഓരോ മനുഷ്യരും ചെയ്യുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ നഷ്ടമായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടാക്കരുത് പ്ലീസ്. ഗംഗാധരേട്ടാ, മക്കള് വന്നു. അച്ഛ പതുക്കെ. വൈകുന്നത് കണ്ടപ്പോ പേടിയായിരുന്നു. അവസാനം വിളിച്ച് അച്ഛാ ഞാൻ വരുന്നില്ല എന്ന് പറയുമോന്ന്. അല്ല മോളെന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? അപ്പൂപ്പന്റെ യാമിക്കുട്ടി, എന്തൊക്കെയാ വിശേഷം? മോളെ, നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ? ഇവനെ മനസ്സിലായില്ലേ നിനക്ക്? പണ്ട് ഇവിടെ വെറ്റില കച്ചവടം നടത്തിയിരുന്ന കണാരന്റെ മോൻ. വാസുവേട്ടൻ, ആ ഞാൻ അച്ഛനെ വീട്ടില് വാങ്ങിക്കാൻ വേണ്ടി കുറെ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ആ മുപ്പത്തി ആരാണെന്ന് പിടിയിട്ടില്ലേ? വിലാസിനി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ആ പക്ഷെ വല്ലാണ്ടായി പോയല്ലോ. എന്തു പറ്റി? കുടുംബ പ്രാരാബ്ദ മോളെ. അത് പിന്നെ തലേ കയറിയ പിന്നെ എന്ത് കോലം. ആ നിങ്ങളുടെ പണി നടക്കട്ടെ. അല്ല, എന്താ ഗംഗാരേട്ടാ പേരക്കുട്ടിക്കൊരു വാട്ടം? ആ വാട്ടത്തിന് നീ വെള്ളം ഒഴിക്കണ്ട. നീ നിന്റെ പണി നോക്കിയാ മതി. വാ മോളെ. ആ പറയാൻ ഇടം കൊടുത്താലേ വിലാസിനി വൈകുന്നേരം വരെ സംസാരത്തോടെ സംസാരമായിരിക്കും. ഓർമ്മ വെച്ചതിന് ശേഷം ഈ സ്ഥലം ഇപ്പോഴല്ലേ കാണുന്നേ? ഇഷ്ടമായോ നിനക്ക്? പിന്നെ ആ അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് തിരിഞ്ഞ് പാടം കണ്ടത് മുതല് ഇവൻ തലയും പുറത്തേക്കിട്ട് ഇരിക്കുകയായിരുന്നു. അതാ പറഞ്ഞേ, നാട് കാണിക്കാനെന്നും പറഞ്ഞ് കാശ് ചെലവാക്കി ഓരോ വലിയ വലിയ കെട്ടിടങ്ങൾ കൊണ്ട് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രകൃതി കാണണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ തന്നെ വരണം. ആ മോളെ, അവള് പോയിക്കോട്ടെ അച്ഛാ.
അച്ഛൻ മൊത്തത്തില് പണിക്കാരെയൊക്കെ നിർത്തി ആകെ ഒന്ന് മാറ്റിമറിച്ചല്ലോ. ഇവിടുന്ന് ഇതൊക്കെ ഒരു മിനുക്കല്ലേ? പിന്നെ വെറുതെ അങ്ങ് വിളിച്ചകത്ത് കയറ്റാൻ പറ്റുമോ? എന്റെ പേരെ കുട്ടികൾ പരിഷ്കാരികളല്ലേ അല്ലേടാ? ആ അല്ല, സാധനങ്ങളൊക്കെ ഇറക്കണ്ടേ? അയ്യോ ഞാനത് മറന്നു വെച്ചാ. ആ ബസുവേ, ഓ ആ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ചേ. അത്രയ്ക്കൊന്നും ഇല്ല അച്ഛാ. ആ എന്നാലേ മോനകത്തേക്കല്ലേ. ഇവിടെ എത്തിയപ്പോ എന്തോ ഒരു വ്യത്യാസം. ശ്വാസത്തിന് പോലും ഒരു മാറ്റമുള്ളത് പോലെ. ശ്വാസം മുട്ടലിൽ നിന്നുള്ളൊരു മോചനമല്ലേ, അതുകൊണ്ട് തോന്നുന്നതാ. നാളെ രാവിലെ തന്നെ നീ തുടങ്ങുവോ തിരിച്ചു പോകണമെന്നും പറഞ്ഞ്? ഇല്ല അച്ഛാ, അവളുടെ മനസ്സ് മാറ്റാൻ വേണ്ടി എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. എന്റെ മനസ്സൊന്ന് തണുക്കാനുണ്ട്. അങ്കിള് മുൻപേ തന്നെ ഇങ്ങനെയാണോ? അല്ല, അങ്കിൾ അധികം സംസാരിക്കാത്തതുപോലെ എനിക്ക് തോന്നി. ജോലിയുടെ കാര്യങ്ങളുമായിട്ട് അലച്ചിലായിരുന്നപ്പോ സംസാരം കുറഞ്ഞിട്ടുണ്ട്. ചുറ്റും വേണ്ടപ്പെട്ട ആളുകളൊന്നും ഇല്ലല്ലോ. എപ്പോഴെങ്കിലും സ്നേഹയെ വിളിക്കുമ്പോ മതിയാവോളം സംസാരിക്കും. പിന്നെ ഈ സ്ഥലം എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം പുതിയതാ. വേണമെങ്കിൽ 1-2 ആഴ്ച കൊണ്ട് ചുറ്റുപാടും ഒരുപാട് പരിചയക്കാരെ ഉണ്ടാക്കാം, അവരുമായി കൂട്ടും കൂടാം. പക്ഷെ ഈ പ്രായത്തില് ഇനി അതൊക്കെ എന്തിനാ? അങ്കിൾ എന്തിനാ ഇങ്ങനെ സ്വയം വയസ്സായി പോയിന്ന് കരുതുന്നേ? യു ആർ സോ സ്മാർട്ട്. ആയിക്കോട്ടെ, എന്തായാലും റിട്ടയർമെന്റ് ലൈഫ് അല്ലേ, എൻഗേജ്ഡ് ആവാൻ എന്തെങ്കിലും കാര്യം കണ്ടുപിടിക്കണം. ഇപ്പൊ എത്രയോ സ്മാർട്ട് ബിസിനസ്സുകളുണ്ട്, ഒന്ന് നോക്കിക്കൂടെ? എന്തിന്? പണം സമ്പാദിക്കാനോ? പണത്തിനോടുള്ള ആഗ്രഹമൊക്കെ പോയി. ഇനിയിപ്പോ അരുണിന്റെ സ്നേഹയുടെ കൂടെ കുറച്ചു കാലം ജീവിക്കുക, അവർക്കൊരു കുഞ്ഞു വരുമ്പോ പൂർണ്ണമായി അതിനെ കെയർ ചെയ്യുക. ഞാൻ എന്നെ അതിനുവേണ്ടി അങ്ങ് മാറ്റിവെച്ചിരിക്കുക. എന്താ ആര്യ അച്ഛൻ പറയുന്നേ? ഒന്ന് എൻഗേജ്ഡ് ആവാനായിട്ടെ പുതിയ ടൈപ്പ് എന്തെങ്കിലും ബിസിനസ് നോക്കിക്കൂടെ എന്ന് ഞാൻ പറയായിരുന്നു. അങ്കിള് നിഷേധിച്ചു. പക്ഷെ നീലക്കിയ നിന്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് അങ്കിളിനെ അങ്ങ് സമർപ്പിച്ചിരിക്കുക. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കേട്ടോ. അമ്മ ഇല്ലാത്തതിന്റെ കുറവ് അച്ഛൻ എന്നെ അറിയിച്ചിട്ടില്ല. അപ്പൊ അമ്മൂമ്മ ഇല്ലാത്തതിന്റെ കുറവ് എന്റെ കുഞ്ഞും അറിയാൻ സാധ്യതയില്ല. ഹലോ ആര്യ. ഹായ്, ഡിപ്പാർട്ട്മെന്റ് ചാർജ് അരുണ്ണാന്ന് സ്നേഹ പറഞ്ഞു. പോരേണ്ടി വന്നത് ബുദ്ധിമുട്ടായോ? ഹേയ്, അത് കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലിയുടെ തൊട്ടടുത്തല്ലേ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് പോകാവുന്ന ദൂരേ ഉള്ളൂ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ അപ്പുറത്തുണ്ടാവും. ആ അതെന്താങ്ങളെ, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ സംസാരിക്കാലോ. നിങ്ങളൊക്കെ സമപ്രായക്കാരാ. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്കും. അപ്പൊ ശരി, ഇരിക്കും. അരുണെ, ഫ്രാങ്ക് ആയിട്ട് ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ചോദിക്കടോ. എങ്ങനെയുണ്ട് ഇവള്? കൊള്ളാവോ? സ്നേഹം കൊടുത്താ അത് ഇരട്ടിയായിട്ടിങ്ങ് തിരിച്ചു കിട്ടുവോ? എടി, നീ എന്നെ പരീക്ഷിക്കാനാണോ വന്നേ? നിക്ക്, നീ ഫോണിലൂടെ എന്നോട് പലതും പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ റിസൾട്ട് എനിക്ക് അരുണിൽ നിന്നാ അറിയേണ്ടത്. പറ. ആര്യ, ഒരു ഉത്തമമായ ഭാര്യ എന്തൊക്കെ ആയിരിക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സ്നേഹം നല്ലൊരു ഭാര്യയാണ്. സ്നേഹിക്കാൻ അറിയാവുന്നവളാണ്. ഇപ്പോ എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോരെ? ഓ, ഒരു വലിയ പരീക്ഷ ജയിച്ചതിന്റെ സുഖമുണ്ട്. പിന്നെ അരുണേ, താനും ലക്കിയ ഇവളെ കിട്ടിയതിന്. പഠിക്കുമ്പോ ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും സ്മാർട്ട് ഇവളായിരുന്നു. സ്മാർട്ട് എന്ന് പറഞ്ഞാ എന്ത് വേലത്തരവും കാണിക്കും. ഞങ്ങളൊക്കെ അമ്പരന്ന് നോക്കി നിന്നിട്ടുണ്ട് ഇവളെ. പക്ഷേ അതിനിടയിൽ ഞങ്ങള് കൂട്ടുകാരെന്ന് പറഞ്ഞ ഇവൾക്ക് ജീവന. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഇവള് പുലിയാണ്, പുലി. എടി, പറഞ്ഞു അരുണിന്റെ മനസ്സിൽ എനിക്കുള്ളൊരു ഇമേജ് പൊളിച്ചു കളയല്ലേ. സ്വന്തം ഭാര്യയെ കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് നല്ലത് പറഞ്ഞു കേൾക്കുന്നതേ ഏത് ഭർത്താവിനും സുഖിക്കുന്ന കാര്യ അല്ലേ അരുണ്? ആ, അങ്ങനെയും പറയാം. ആ പിന്നെ ആര്യ, സത്യത്തിൽ താൻ വരുമ്പോ ഒന്ന് കറങ്ങാനും ചില പ്രോഗ്രാമുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ഇനിയിപ്പോ എന്റെ ഡ്യൂട്ടിയുടെ അവസ്ഥ നോക്കിയിട്ടേ പറ്റൂ. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാനത് അറേഞ്ച് ചെയ്യാം.
വേണ്ടടോ, ഒരു 2 ദിവസം തള്ളി നീക്കണമെങ്കിലേ ഞങ്ങളുടെ പഴയ ഹോസ്റ്റൽ കാലത്തെ കഥകളൊക്കെ ഒന്ന് ഓർത്തെടുത്താൽ മാത്രം മതി. ഓക്കെ. ആ, അരുൺ കഴിച്ചായിരുന്നോ? ഇല്ല. എന്നാ ഞാൻ പെട്ടെന്ന് എടുക്കാം, കഴിച്ചിട്ട് പോയാൽ മതി. ചില ചെടികളുടെ കാര്യം പറയില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരിപാലിച്ച നിറയെ പൂക്കളും കായ്കളും ഒക്കെ തരുമെന്ന്. അവളുടെ സ്വഭാവവും ഏകദേശം അതുപോലെയാ. ചെറിയ ചെറിയ പരിഗണനകൾ കൊടുത്താൽ മതി, അരുണിന്റെ ജീവിതം അവളെ ഹാപ്പിയാക്കും. ഞാൻ കരുതിയത് ഇവിടെ വരുമ്പോ ചെറിയൊരു മാറ്റമെങ്കിലും യാമിമോൾക്ക് ഉണ്ടാകുമെന്ന്. ഇപ്പം മുറി കയറി ഒറ്റ ഇരിപ്പല്ലേ. ഇരിക്കട്ടെ അച്ഛാ, ഒരു കാര്യത്തിൽ എനിക്കിപ്പോ സമാധാനമുണ്ട്. എന്റെ മോൾക്ക് എന്നോട് പകയില്ല, വൈരാഗ്യമില്ല. അവൾക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. അവിടുത്തെ അവസ്ഥയിൽ അവളത് പറയില്ല. അവളെ സംബന്ധിച്ച് ഇത് പുതിയൊരു സ്ഥലമല്ലേ, അവളൊന്ന് പഴകട്ടെ. ആ, അടുക്കളയില് ഞാൻ എന്തൊക്കെയോ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് കയറി നോക്കണം. എന്നിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയണം. കുട്ടികൾക്ക് ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. ശരി അച്ഛാ. അല്ല, നിങ്ങൾ ഇങ്ങോട്ട് പോരുന്നത് തടയാൻ നോക്കിയിട്ട് പോരുമ്പോ ഒന്നും പറഞ്ഞില്ലേ നിന്റെ കേമൻ ഭർത്താവ്? സാരിങ്ങിന് പറയാനുള്ളതെല്ലാം സാരംഗ് പറഞ്ഞോട്ടെ. ഞാനത് അവഗണിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഇപ്പൊ ഓരോരുത്തരായി നീ വന്നതറിയും, കാണാനും വരും. അപ്പൊ പിന്നെ ഭർത്താവിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. ഭർത്താവ് ബിസിനസ്സുകാരനാണെന്നുള്ളത് വലിയ ഗുണമല്ലേ? ബിസിനസ് ടൂറിലാണെന്ന് മാന്യായൊരു കള്ളമുണ്ടല്ലോ പറയാൻ. അച്ഛനെന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. പൊരുത്തപ്പെട്ട് വാക്കുകൾക്കൊരു പദം വന്നിരിക്കുന്നു നിനക്ക്. അങ്ങനെ വേണ്ടേ? പക്ഷെ എന്നേരതി വലിയ നിരാശയിലേക്കൊന്നും എടുത്ത് ചാടാൻ ഞാനില്ല. നഷ്ടപ്പെട്ടതൊക്കെ കുത്തിമുളപ്പിക്കണം. അത് തുടങ്ങാൻ ഇവിടെ തന്നെയാ നല്ലത്. അപ്പൂപ്പാ, അന്ന് പറഞ്ഞില്ലേ അതെവിടെയാ? അവിടെയല്ലേ പണ്ട് കരടിയൊക്കെ ഉണ്ടായിരുന്നേ? ആ, അതിവിടുന്ന് കുറച്ച് ദൂരെയാ. അപ്പൊ ഒരു ദിവസം കൊണ്ടുപോയി കാണിച്ചു തരാം. ഇവിടെ ഏന്നേരം കിളികളെ കരച്ചിലാണെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ. ഈ നേരത്താണോടാ കിളികൾ കരയുന്നത്? അത് രാവിലെ അല്ലേ, അത് കഴിഞ്ഞാ പിന്നെ സന്ധ്യക്ക്. ഇടയ്ക്ക് അവയ്ക്കൊക്കെ തീറ്റയൊക്കെ തേടി പോണ്ടേടാ. എല്ലാരും കൂടെ ഒന്നിച്ചാണോ തീറ്റേടി പോവാ? ആ, അവരെല്ലാം ഒരു ഓഫീസിലാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അപ്പൂപ്പാ, എനിക്ക് പാടത്തോട് നടക്കണം. അമ്മ പണ്ട് സ്കൂളിലേക്ക് ഓടിപ്പോരുന്ന ആ വരമ്പില്ലേ, അതിലേക്കൂടെ നടക്കണം. നടക്കാലോ, ഇപ്പൊ വന്ന് കേറിയതല്ലേ ഉള്ളൂ. ഇനി നിത്യേന കാഴ്ചകൾ കാണാൻ നമ്മൾ തീരുമാനിക്കുന്നു. നമ്മൾ ഇറങ്ങുന്നു. എന്താ? അത് മതി. ആ, ഇവിടെ നിന്ന് തിരിച്ചു വന്നാലേ ഞങ്ങൾക്കൊരു സ്റ്റോറി റൈറ്റിംഗ് മത്സരമുണ്ട്. ഇഷ്ടമുള്ള വിഷയത്തിൽ എഴുതാം. ഞാനെന്താ എഴുതാൻ പോകുന്നതെന്നറിയോ? അപ്പൂപ്പന്റെ നാട്. ആ, അപ്പോ കഥ എഴുതാൻ പാകത്തിനുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരണം. അച്ഛാ, ഞാനൊന്ന് അടുക്കള ചെന്ന് നോക്കട്ടെ. പുറത്തു പോകുന്നതൊക്കെ പിന്നെ. നമുക്ക് ആദ്യം നമ്മുടെ പറമ്പൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ആയിക്കോട്ടെ. ആ, ഇവിടെ ഈ മുളച്ചു നിൽക്കുന്ന പല പല ചെടികളില്ലേ, അവയിൽ മിക്കതും മരുന്ന, ആയുർവേദ മരുന്ന്. ഇതൊക്കെ കെട്ടിലാക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ ടൗണില് വലിയ വിലയ്ക്ക് വിൽക്കുന്ന കുറെ പേരുണ്ട്. അവിടെ അത് വാങ്ങിക്കും. ഇവിടെ വന്നാൽ അതിനൊന്നും വിലയില്ല. അതാണ് 2 സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം. എന്നാ ഞാൻ വലുതാകുമ്പോഴേ ഇതൊക്കെ കൊണ്ടുപോയി ടൗണിൽ വിൽക്കുന്ന ഒരു ബിസിനസ് തുടങ്ങിയാലോ? എന്റെ പൊന്നു മോനെ, ബിസിനസിന്റെ വഴിക്ക് നീ പോവുകയേ വേണ്ട. പോയി കഴിഞ്ഞാലേ മനുഷ്യരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാവും. മോനെ അമ്മയെ പോലെ നാട്ടുകാർക്ക് നന്മ ചെയ്യുന്ന എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചാൽ മതി. വാ.